Dear students, today we are going to talk about functions of entrepreneur. Entrepreneur is a lead player in the field of business. An entrepreneur performs various functions. ഒരു ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫങ്ഷൻ ഒരു ഓൺട്രപ്രണർക്ക് പെർഫോം ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു ഓൺട്രപ്രണറുടെ ഫങ്ഷൻ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്ലാനിങ് ദി പ്രോജക്റ്റ്. Planning is the first step in the direction of setting up of an enterprise. Before starting a business enterprise, the entrepreneur has to take valuable decisions regarding nature and type of goods to be produced, the form of business organization, amount of capital needed, selection of location, type of market and market strategies to be adopted, etc. etc. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ബിസിനസ്മാൻ ഒരു ഓൺട്രപ്രണർ ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ട്. നമ്മുടെ ബിസിനസ് എങ്ങനെയുള്ള ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ നാച്ചർ എങ്ങനെയായിരിക്കണം, ഏത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എത്ര എമൗണ്ടാണ് ക്യാപിറ്റൽ റിക്വയർഡ് ആയിട്ടുള്ളത്, എവിടെയാണ്, ഏത് ലൊക്കേഷൻ ഏതാണ്, അങ്ങനെ ഒരുപാട് കാര്യം എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്. ദെൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓൺട്രപ്രണറുടെ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. പ്ലാനിങ് അല്ലേ? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. നമ്മൾ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്. അതാണ് ഫസ്റ്റ് ഫങ്ഷൻ. ദ സെക്കൻഡ് വൺ, ഓർഗനൈസിങ്. ഓർഗനൈസിങ് നമ്മൾ ഈ ഒരു ഓൺട്രപ്രണർ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഈ വാരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓൺട്രപ്രണറുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ എൻ്റർപ്രൈസസ് ആർ ദ മെയിൻ ഫങ്ഷൻ ഓഫ് ആൻ ഓൺട്രപ്രണർ. ഇൻ ദ മോഡേൺ ഏജ്, land, labor and capital are scattered all over the world. It is the entrepreneur who brings together the various factors of production. Land, labor and capital must be organized in such a way as to maximize production or to minimize കോസ്റ്റ്. അല്ലേ? ഒരു പ്രൊഡക്ഷൻ കൂട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കുന്ന രീതിയിൽ ഈ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓൺട്രപ്രണറുടെ നെക്സ്റ്റ് ഫങ്ഷൻ. ദ നെക്സ്റ്റ് വൺ ഈസ് risk taking and uncertainty bearing. Business involves many risks. That is, risk is inherent to the business organization. There may be changes in demand and fashion, changes in market condition, changes in consumers' taste, unfavorable changes in price, etc. ഇങ്ങനെയെല്ലാം വരുമ്പോൾ അല്ലേ, പ്രൈസിൽ ചേഞ്ച് വരുന്നു, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വോൺസ് ചേഞ്ച് വരുന്നു, മാർക്കറ്റ് കണ്ടീഷനിൽ എന്ത് വരുന്നു, ചേഞ്ച് വരുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു ബിസിനസ്സിൽ എന്തുണ്ടാവുന്നു, ഒരു റിസ്ക് ഉണ്ടാവുന്നു. ദീസ് റിസ്ക് നോട്ട് ഇൻഷുറബിൾ. ഇങ്ങനെയുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് റിസ്ക് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഇൻഷുർ ചെയ്യാൻ സാധിക്കില്ല. സച്ച് നോൺ ഇൻഷുറബിൾ റിസ്ക് ആർ കോൾഡ് അൺസർട്ടനിറ്റി. അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന റിസ്കിനെയാണ്, റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ചാൻസ് ഓഫ് ലോസ് ആണ്. ആ ഒരു റിസ്കിനെയാണ് നമ്മൾ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അൺസർട്ടനിറ്റി ബിയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റർപ്രണറുടെ ഫങ്ഷൻ. Then next one, management. An entrepreneur has to perform managerial function also. He looks after the day-to-day working of the business. He plans, direct and control every business activity. He formulates production plan. He prepares making plans and strategies. He organizes sales. He assumes the task of personal management, etc. ഇതെല്ലാം ഒരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്ലാനിങ്, ഡയറക്ഷൻ, കൺട്രോൾ, പ്രൊഡക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക, മാർക്കറ്റിംഗ് പ്ലാൻ, സ്ട്രാറ്റജി ഉണ്ടാക്കുക, ഇതെല്ലാം ആരുടെ ഡ്യൂട്ടിയാണ്, ആരുടെ ഫങ്ഷനാണോ, ഓൺട്രപ്രണറുടെ ഫങ്ഷനാണ്. ദെൻ ഡിസിഷൻ മേക്കിംഗ്. Another important function of an entrepreneur is to take wise decision. That is, he is a decision maker and he take various decisions regarding determination of the business objectives, procurement of machine, material, men, money and market, acquisition of efficiency, technology and new equipments,
മെയിൻ്റനൻസ് ഓഫ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് പബ്ലിക് അതോറിറ്റീസ് ആൻഡ് വിത്ത് സൊസൈറ്റി അറ്റ് ലാർജ് എക്സെട്ര. ഇങ്ങനെയുള്ള ഒരുപാട് ഡിസിഷൻ എടുക്കുക. ഏതിലേക്കാണ് എടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, ഏതൊക്കെ ഒബ്ജക്റ്റീവാണ് മെയിൻ ഫോക്കസ് കൊടുക്കേണ്ടത്, മെഷീൻ എങ്ങനെയാണ് പ്രൊക്വയർ ചെയ്യേണ്ടത്, മെറ്റീരിയൽ, മെൻ, മണി, മാർക്കറ്റ്, ഇതിനൊക്കെ എങ്ങനെയാണ് പ്രൊക്വയർ ചെയ്ത് ഓർഗനൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടെക്നോളജി അല്ലെങ്കിൽ ന്യൂ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അക്വയർ ചെയ്യേണ്ടത്, പബ്ലിക്കുമായിട്ട് അല്ലെങ്കിൽ ജനറൽ സൊസൈറ്റി ആയിട്ട് ലാർജായിട്ട് എങ്ങനെയാണ് ഒരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് അനദർ ഫങ്ഷൻ. ദെൻ നെക്സ്റ്റ് വൺ, സെർച്ച് ഫോർ മാർക്കറ്റ്. ആഫ്റ്റർ ദി പ്രോഡക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ദി ഓൺട്രപ്രണർ ഹാസ് ടു എക്സ്പ്ലോർ മാർക്കറ്റ്സ് ഫോർ ഹിസ് പ്രൊഡ്യൂസ്. അല്ലേ, പ്രൊഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റിന് മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്, ആ ഒരു മാർക്കറ്റിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആ മാർക്കറ്റിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഫങ്ഷൻ എന്ന് പറയുന്നത്. ഹി ഹാസ് ടു ഫോർസീ ദ ട്രെൻഡ്സ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് അസർട്ടൈൻ ദ നാച്ചർ ഓഫ് ഡിമാൻഡ് ഫോർ ഹിസ് പ്രോഡക്റ്റ്. അല്ലേ, മാർക്കറ്റിലെ ട്രെൻഡ് എന്താണ്, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ്, വോൺസ്, ഫാഷൻ, ടേസ്റ്റ് എന്തൊക്കെയാണെന്ന് അറിയുകയും അതിനനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ എന്ന് അസർട്ടൈൻ ചെയ്യലാണ് ഒരു ഫങ്ഷൻ. നെക്സ്റ്റ് വൺ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് income. The entrepreneur determine the reward for various factors of production. അല്ലേ, ഇവിടെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് വേണ്ട ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. എന്താണ്, ലാൻഡിന് കൊടുക്കേണ്ട ഇൻകം എന്താണ്, റെൻ്റ് ആണ്. അല്ലേ, ദെൻ ലേബർ, വേജ്, ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ്. അപ്പോൾ ആ ഒരു ഫോമിൽ, റെൻറ്റ് ഫോമിൽ, ഇൻട്രസ്റ്റ് ഫോമിൽ, വേജ് ഫോമിലൊക്കെ ഈ ഒരു ഇൻകം he make payment to the landlord, laborer and capitalist in the form of rent, wages and interest. ഈ ഫോമിലൊക്കെ ഈ ഒരു ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഫങ്ഷൻ. നെക്സ്റ്റ് വൺ, ഇന്നൊവേഷൻ. ഇന്നൊവേഷൻ മീൻസ് ഇൻട്രൊഡ്യൂസിങ് സംതിങ് ന്യൂ. എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മൾ ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. ഇന്നൊവേഷൻ ഈസ് ദ ബേസിക് ഫങ്ഷൻ ഓഫ് ആൻ ഓൺട്രപ്രണർ. ഒരു ഇന്നൊവേഷനാണ് ഒരു ഓൺട്രപ്രണറെ ഒരു ട്രഡീഷണൽ ബിസിനസ് മാനിൽ നിന്നും എന്ത് ചെയ്യുന്നത്, ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത്. അല്ലേ, പുതിയ പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പുതിയ ടെക്നോളജീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പിന്നെ എന്താണ്, എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിന് പുതിയ ഒരു യൂസ് കണ്ടുപിടിക്കുക, ന്യൂ സോഴ്സസ് ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുക. ദെൻ അങ്ങനെ ആ രീതിയിലൊക്കെ ഇന്നൊവേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഓൺട്രപ്രണറുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓൺട്രപ്രണർ ഹാസ് ടു ഇൻട്രൊഡ്യൂസ് ന്യൂ കോമ്പിനേഷൻ ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അല്ലേ, ഓൾറെഡി ഉള്ള ഒരു കോമ്പിനേഷൻ മാറ്റിയിട്ട് പുതിയൊരു മീൻസ് ഓഫ് പ്രൊഡക്ഷൻ്റെ കോമ്പിനേഷൻ കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഇന്നൊവേഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റർപ്രണറുടെ ഫങ്ഷൻ. ഇന്നൊവേഷൻ എന്നുള്ളതിൽ ഏതൊക്കെ വരാം ഞാൻ പറഞ്ഞു. ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ഗുഡ്സ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഓപ്പണിംഗ് ന്യൂ മാർക്കറ്റ്, ഓപ്പണിംഗ് ന്യൂ സോഴ്സ് ഓഫ് സപ്ലൈ, ഇൻഡസ്ട്രിയൽ റീഓർഗനൈസേഷൻ എക്സെട്ര. ഇതെല്ലാം ഏതിൻ്റെ പെർവ്യൂവിൽ വരുന്നതാണ്, ഇന്നൊവേഷൻ്റെ പെർവ്യൂവിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ, ലൈസൺ വിത്ത് ഗവൺമെൻറ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആക്ട് ആസ് എ ലിങ്ക് വിത്ത് ഗവൺമെൻറ്. ദ entrepreneur has to follow the rules and regulation prescribed by the government and the changes in industrial policy affected from time to time. Moreover, he has to see whether tax are paid regularly without delay. അല്ലേ, ഗവൺമെൻറ്റുമായിട്ടൊരു ഗുഡ് റിലേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ലൈസൺ ഉണ്ടാക്കണമെങ്കിൽ, റിലേഷൻ ഉണ്ടാക്കണമെങ്കിൽ ഗവൺമെൻറ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റ് ഫോളോ ചെയ്യണം. ഇൻഡസ്ട്രിയൽ പോളിസിയിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ ഫ്രം ടൈം ടു ടൈം അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ്സിൽ എന്ത് ചെയ്യണം, അഡോപ്റ്റ് ചെയ്യണം. ദെൻ ടാക്സ് ഒക്കെ റെഗുലറായിട്ട് കൊടുക്കണം, അവിടെ ഒരു ഡിലേ ഒന്നും വരുത്താതെ റെഗുലറായിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ട് ഗവൺമെൻറ്റുമായിട്ടൊരു ഗുഡ് റിലേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഫങ്ഷൻ. നെക്സ്റ്റ് വൺ, പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. Implementation of the project is an important function of an entrepreneur. Entrepreneur has to work on the implementation schedule or the action plan of the project. The identified project is to be implemented in time bound manner. അല്ലേ, നമ്മൾ ഡിസിഷൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞു, പ്ലാൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്ലാനൊക്കെ ചെയ്ത ആ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷനാണ്, ഓൺട്രപ്രണറുടെ ഫംഗ്ഷനാണ്. ദെൻ നെക്സ്റ്റ്, അതർ ഫംഗ്ഷൻ. ഇതിലൊന്നും വരാത്ത വേറെ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. സച്ച് ആസ് ഡെവലപ്പിംഗ് സോഷ്യൽ
അറ്റ്മോസ്ഫിയർ അല്ലെ, ബിസിനസ്സിന് നന്നായി വളരാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഡെവലപ്പ് ചെയ്യാം. റെൻഡറിങ് സർവീസ് ടു ദ പീപ്പിൾ അറൗണ്ട് ഹിം, അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക്, സൊസൈറ്റി ആവാം, അങ്ങനെയുള്ള ആളുകൾക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. ഫുൾഫില്ലിങ് സോഷ്യൽ ഒബ്ലിഗേഷൻ, ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെ, റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദി സൊസൈറ്റി, ആ ഒരു സോഷ്യൽ ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യുക. അങ്ങനെയുള്ള മറ്റുള്ള ഫങ്ഷൻസും ആരാണ് പെർഫോം ചെയ്യേണ്ടത്? ഓൺട്രപ്രണറാണ് ഫങ്ഷൻ പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഓൺട്രപ്രണറുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? പ്ലാനിങ് ദ പ്രോജക്റ്റ്, ഓർഗനൈസിങ്, റിസ്ക് ടേക്കിംഗ് ആൻഡ് അൺസർട്ടനിറ്റി ബിയറിംഗ്, മാനേജ്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ്, സെർച്ച് ഫോർ മാർക്കറ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, ഇന്നൊവേഷൻ, ലൈസൺ വിത്ത് ഗവൺമെൻറ്, പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് അതർ ഫങ്ഷൻസ്. ഓക്കെ, താങ്ക് യു.